ഹായ് ഓൾ, വെൽക്കം ടു വയർലെസ് മീഡിയ. ഡ്രൈവിംഗ് ലേണേഴ്സ് എക്സാം ആദ്യമൊക്കെ അധികാരികൾ നിശ്ചയിക്കുന്ന സ്ഥലത്ത് ചെന്ന് അവിടെയുള്ള കമ്പ്യൂട്ടറിലായിരുന്നു അറ്റൻഡ് ചെയ്തത്. എന്നാൽ ഇന്ന് ഇത് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ലേണേഴ്സ് എക്സാം എങ്ങനെ ഓൺലൈനിലൂടെ ചെയ്യാം, ലേണേഴ്സ് എക്സാം പാസ്സായാൽ ലേണേഴ്സ് ലൈസൻസ് എങ്ങനെ പ്രിന്റ് ഔട്ട് എടുക്കാം തുടങ്ങിയ കാര്യങ്ങൾ ഈ വീഡിയോ പരിചയപ്പെടുത്തും. ലെറ്റ്സ് ഗോ ടു വീഡിയോ. ഗൂഗിൾ വന്ന് സാരഥി പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ലഭിക്കുന്ന സെർച്ച് റിസൾട്ടിൽ നിന്നും പരിവാഹൻ.gov.in എന്ന് കാണുന്ന ലിങ്ക് ഓപ്പൺ ചെയ്യുക. ഇത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും താഴെയായി വെഹിക്കിൾ രജിസ്ട്രേഷൻ റിലേറ്റഡ് സർവീസസ്, ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്നിങ്ങനെ രണ്ട് ലിങ്ക് കാണാവുന്നതാണ്. അതിൽ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഒരു പേജ് ഓപ്പണായി വരുന്നതാണ്. ഇതിനകത്ത് നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. കേരള സ്റ്റേറ്റ് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ മറ്റൊരു പേജ് ഓപ്പണായി വരുന്നത് കാണാം. ഇവിടെ ഒരുപാട് സർവീസുകൾ കാണാൻ സാധിക്കും. അതിന് ഏറ്റവും മുകളിൽ കാണുന്ന ഒരുപാട് ലിങ്കിൽ ആദ്യമായി കാണുന്ന ലേണേഴ്സ് ലൈസൻസിനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അതിൽ വരുന്ന ഓപ്ഷനിൽ ഓൺലൈൻ LL ടെസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വിൻഡോയിൽ ലേണേഴ്സ് ടെസ്റ്റ് ലോഗിൻ ചെയ്യാനുള്ള പേജ് ഓപ്പണായി വന്നിരിക്കുന്നത് കാണാം. ഇവിടെ ലേണേഴ്സ് ലൈസൻസിന് അപ്ലൈ ചെയ്തവർക്ക് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വെരിഫൈ ചെയ്താൽ ആപ്ലിക്കേഷൻ നമ്പറിന്റെ കൂടെ പാസ്വേഡും ലഭിക്കുന്നതാണ്. അത് ഇവിടെ ടൈപ്പ് ചെയ്താണ് ലോഗിൻ ചെയ്യേണ്ടത്. അതോടൊപ്പം നിങ്ങൾക്ക് ലഭിച്ച ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള കലണ്ടർ വരുന്നതാണ്. അവിടെ നിന്നും ഇയർ, മന്ത്, ഡേറ്റ് എന്നീ ഓർഡറിൽ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മുമ്പ് ലഭിച്ച പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ റീസെറ്റ് പാസ്വേഡ് എന്ന ഓപ്ഷൻ കൂടിയുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് OTP വഴി പാസ്വേഡ് റീസെറ്റ് ചെയ്യാനും സാധിക്കും. ഇനി ഇവിടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലുടൻ ഏത് ഭാഷയിലാണോ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് ആ ഭാഷ സെലക്ട് ചെയ്ത് എക്സാം തുടങ്ങാവുന്നതാണ്. എക്സാം ആരംഭിച്ചു കഴിഞ്ഞാൽ 50 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ 30 മിനിറ്റ് മാത്രമായിരിക്കും സമയം ലഭിക്കുക. ആ സമയത്തിനുള്ളിൽ 30 ചോദ്യങ്ങൾക്ക് ശരിയുത്തരം നൽകിയാൽ എക്സാം പാസ്ഡ് എന്ന റിസൾട്ട് ലഭിക്കും. അല്ലെങ്കിൽ ഫെയിൽ എന്നും കാണിക്കുന്നതാണ്. ഏതെങ്കിലും കാരണത്താൽ നെറ്റ്വർക്ക് തടസ്സം നേരിടുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ എക്സാം സ്റ്റാറ്റസ് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. സൈറ്റ് ഹോം പേജിൽ വന്ന് സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്താൽ സ്റ്റാറ്റസ് ലഭ്യമാകുന്നതാണ്. അതുപോലെ ലേണേഴ്സ് ലൈസൻസ് പ്രിന്റ് എടുക്കുന്നതിനായി ലേണേഴ്സ് ലൈസൻസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പ്രിന്റ് ലേണർ ലൈസൻസ് ക്ലിക്ക് ചെയ്ത് വരുന്ന പേജിൽ പ്രൊസീഡ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് സബ്മിറ്റ് ചെയ്താൽ പ്രിന്റ് ഔട്ട് ലഭിക്കുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ എക്സാം പാസ്സായപ്പോൾ ലഭിച്ച അപ്രൂവ്ഡ് മെസ്സേജിൽ ഒരു ലേണേഴ്സ് ലൈസൻസ് നമ്പർ ഉണ്ടാകും. അതുപയോഗിച്ചും പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ ലേണേഴ്സ് ലൈസൻസിനെ അപേക്ഷിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു നല്ല ഇൻഫർമേഷനുമായി വരും വരേക്കും സൈനിങ് ഓഫ് വയർലെസ് മീഡിയ.